ഹായ്, ഇന്നത്തെ വീട് അതിവിശാലമായ മുറ്റമുള്ളൊരു വീടാണ്. നമുക്ക് വളരെ റെയറായിട്ട് മാത്രം അങ്ങനത്തെ വീടുകൾ കാണിക്കാൻ സാധിക്കാറുള്ളൂ. ഇത് ഏകദേശം ഒരു 84 സെൻസിൽ 2560 സ്ക്വയർ ഫീറ്റിൽ ചെയ്തിട്ടുള്ള ഒരു 3 ബെഡ്റൂം വീടാണ്. പക്ഷേ നിങ്ങൾ പലരും കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇത് നല്ല വലുപ്പത്തിൽ ഇത് കണ്ട അത്രയും ചെറിയൊരു വീടാണെന്നുള്ളത്, അല്ലെങ്കിൽ 2500 സ്ക്വയർ ഫീറ്റുള്ള വീടാണെന്നുള്ളത് നമുക്ക് തോന്നില്ല. അതിൻ്റെ മെയിൻ റീസൺ തന്നെ ഈ വിഡ്ത്താണ്. ഞാൻ പല വീഡിയോസിലും പറയാറുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ തന്നെ പല ക്ലയൻസും 4000 സ്ക്വയർ ഫീറ്റൊക്കെയുള്ള വീടൊക്കെ പണിതുകൊണ്ടിരിക്കുന്ന ക്ലയൻസ് പോലും നമ്മുടെ ഇങ്ങനത്തെ പല വീഡിയോസ് കാണുന്ന സമയത്ത് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, നമ്മുടെ വീടിന് അത്രയും വലിപ്പം തോന്നിയാണില്ലല്ലോ എന്ന്. അതിൻ്റെ മെയിൻ റീസൺ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ വീട് തന്നെ ഇങ്ങോട്ട് തിരിച്ചിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ റോഡ് ആ സൈഡിലായിരുന്നെങ്കിൽ ഈ വീടിന് ഒട്ടും വലിപ്പം തോന്നില്ല, തീരെ നാരോ ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്. ഇത് നേരെ ഇങ്ങോട്ട് തിരിച്ചിട്ടായതുകൊണ്ട് ഇത്രയും എലിവേഷൻ ഉണ്ട്, ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ട്. ഓരോ സെക്ഷനായിട്ട് നമ്മൾ തിരിച്ചിട്ട് ഓരോ സെക്ഷനിൽ സെപ്പറേറ്റ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് ടോട്ടലി നല്ല ഓരോ ഏരിയയിലും എലിവേഷൻ ഡീറ്റെയിൽസ് നന്നായിട്ട് വന്നിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ലെവലല്ല അതിൻ്റെ എക്സ്റ്റീരിയർ ചെയ്തിട്ടുള്ളത്. എക്സ്റ്റീരിയറിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡീറ്റെയിൽസ് ഉണ്ട്, ഡാർക്ക് കളേഴ്സ്, ഈവൻ ബ്ലാക്ക് ടെക്സ്ചർ വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ടെക്സ്ചറൊക്കെ ബ്ലാക്ക് സിമെൻറ്റ് ഫിനിഷ് ടെക്സ്ചറാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. പിന്നെ നമുക്കവിടെ സ്റ്റോൺ ക്ലാഡിംഗ് ഉണ്ട്, അവിടെ ബ്രിക്ക് ക്ലാഡിംഗ് ഉണ്ട്. ഇവിടെ തന്നെ ബ്ലാക്കും ഗ്രേയും കൂടി മിക്സ് ആയിട്ടുള്ള സ്റ്റോൺ ക്ലാഡിംഗ് ഉണ്ട്. അപ്പുറത്തും ആ ക്ലാഡിങ്ങിൻ്റെ റിപ്പീറ്റേഷൻ ഉണ്ട്. അവിടെ നമുക്ക് ബ്രിക്ക് ക്ലാഡിംഗ് ഉണ്ട്. ഇതാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കോഫി ബ്രൗൺ കളറിലാണ് അവിടുത്തെ ബോക്സ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ടോട്ടലി ഒരു 80% നമുക്കിവിടെ ഒരു ഡാർക്ക് കളറിൻ്റെ കോമ്പിനേഷനാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇത് 3 ബെഡ്റൂമാണ്. താഴത്ത് നമുക്കൊരു ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള പോർച്ചുണ്ട്, ഫാബ്രിക്കേറ്റഡ് പോർച്ച്. അത് നമ്മൾ അലുമിനിയം ഷീറ്റ് വെച്ച് ചെയ്തിട്ട് ACP വെച്ച് ഫുൾ വൈറ്റ് ACP വെച്ചിട്ട് കവർ ചെയ്തേക്കാണ്. ഈ കിണർ അവരുടെ എക്സിസ്റ്റിംഗ് കിണർ അവിടെ ഉണ്ടായിരുന്നതാണ്. ഇത് നല്ല രീതിയിൽ സ്ലോപ്പായിട്ട് കിടന്നിരുന്ന ലാൻഡാണ്. അപ്പോൾ നമ്മളതിനെ ഇവർക്ക് ലാൻഡ്സ്കേപ്പ് അധികം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ആളുകളല്ല. അതുകൊണ്ട് തന്നെ വളരെ മിനിമലായിട്ടുള്ള ലാൻഡ്സ്കേപ്പ് ഇവിടെ ചെയ്തിട്ടുള്ളൂ. കൂടുതലും പാവിങ്ങിനുള്ള ഇതാണ് ഇട്ടാണ്. ഇതിൻ്റെ ബാക്കിലേക്ക് ഇവർക്ക് പ്ലോട്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വണ്ടി ഇവിടെ നിന്ന് വന്നിട്ട് ഇതിലൂടെ പോയി ബാക്കിലേക്ക് പോകാൻ പാകത്തിനാണ് ഈ ലാൻഡ്സ്കേപ്പ് കൂടുതലും പാവിങ്ങിന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചെയ്തേക്കുന്നത്. ഈ ഏരിയയിൽ നമുക്ക് ഇതുണ്ടോ, അതിൻ്റെ പൂജ ഏരിയയാണ്. അപ്പോൾ അവിടേക്ക് നമുക്കൊരു എയർ പോക്കറ്റ് പോലെ, ഒരു വെന്റിലേഷൻ പോക്കറ്റ് പോലെയാണ് ആ ഒരു ഏരിയ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ താഴത്ത് പോർച്ച്, അത് കഴിഞ്ഞിട്ട് സിറ്റ് ഔട്ട്, പിന്നെ അകത്തൊരു ഡ്രോയിങ്, ഡൈനിങ്, പാസേജ്, താഴത്ത് 2 ബെഡ്റൂം, കിച്ചൺ, വർക്ക് ഏരിയ, ഇതൊക്കെയാണ് താഴത്ത് വരുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ ബാക്കി വിശേഷങ്ങൾ നമുക്കിനി ബാക്കിൽ നിന്ന് കാണാം. ഈ വീടിൻ്റെ ബാക്ക് യാർഡ് ഏരിയയാണ്. ബാക്കിലൊരു പാഷ്യോ ഏരിയ ഉണ്ട്, ഫ്രണ്ടിൽ ലാൻഡ്സ്കേപ്പൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് ഡൈനിങ്ങിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന രീതിയിലാണ് ഈ ബാക്ക് യാർഡ് ഏരിയ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നമുക്കൊരു ഓപ്പൺ കിച്ചൺ ഉണ്ട് ഇവിടെ. നമുക്കിവിടെ ഒരു 6 സീറ്റ് ഡൈനിങ് ടേബിൾ, സൈഡിലൊരു സോഫ സീറ്റിംഗ് പോലെയുള്ള ഇവിടെ ഫാമിലിക്ക് ആയിട്ടിരുന്ന് സംസാരിച്ചിരിക്കാനൊക്കെ ഒരു സ്പേസ് ആയിട്ട് ചെയ്തേക്കുന്ന കാരണം ഒരു ഓപ്പൺ കിച്ചൺ ഉണ്ട്. ഇവിടെ ഒരാൾ കുക്ക് ചെയ്യുകയാണെങ്കിലും ഇവർക്ക് എല്ലാവർക്കും കൂടി ഗ്യാദർ ചെയ്യാൻ പാകത്തിനുള്ള പിള്ളേർക്ക് പുറത്തിരുന്ന് കളിക്കാനൊക്കെ ഒരു സ്പേസ്. പിന്നെ ഒരു ഡൈനിങ് വാഷ് ഈ സൈഡിൽ തന്നെയുണ്ട്. ഇവിടെ ഒരു പൂജ യൂണിറ്റ് ഉണ്ട്. ചെറിയൊരു പൂജ റൂമായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്, ഷട്ടറൊക്കെ ആയിട്ട്. ഇവിടെ ഓപ്പൺ കിച്ചൺ ഉണ്ട്, ഒരു സെമി ഓപ്പൺ കിച്ചൺ. അപ്പുറത്ത് വേറെ ക്ലോസ്ഡ് വർക്ക് ഏരിയ ഉണ്ട്. താഴെ നമുക്ക് 2 ബെഡ്റൂംസ്, ഫോമൽ ലിവിങ്, പിന്നെ ഈ പാഷ്യോ, അവിടെ നിന്ന് സ്റ്റെയർ, മുകളിലൊരു സ്റ്റഡി റൂം, പിന്നെ ബെഡ്റൂം. ഇങ്ങനെയാണ് നമ്മുടെ ടോട്ടൽ റൂം അലൊക്കേഷൻ വരുന്നത്. അങ്ങനെ പെട്ടെന്ന് തീരുമാനിച്ചല്ല, കുറേ നാളായിട്ടൊരു വീടിനെ പറ്റി ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനൊരു കൺസെപ്റ്റ്സിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അതുപോലെ തന്നെ നമ്മളപ്പോൾ അത് പറഞ്ഞതിന് ശേഷം ഇതിൻ്റെ വീഡിയോസ് കുറേ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ മോഡലുകളെല്ലാം ഭയങ്കര സിമ്പിൾ പക്ഷെ നല്ല ഭംഗിയുള്ള, എല്ലാവർക്കും നല്ല ഇഷ്ടമായി. പിന്നെ അവർ തന്ന പ്ലാൻ കണ്ടപ്പോൾ നമുക്ക് നല്ല ഇഷ്ടമായി. പ്ലാനുള്ള പോലെ തന്നെയാണ് നമുക്ക് സംഭവം കിട്ടിക്കഴിഞ്ഞപ്പോൾ ശരിക്കും എന്തായിരുന്നോ പ്ലാൻ അത് തന്നെയാണ്, നമ്മുടെ കയ്യിൽ കിട്ടിയ സാധനം അത് തന്നെയായിരുന്നു. മെയിനായിട്ട് നല്ല ഗ്രീനറി ഒക്കെ ഉള്ള, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഔട്ട്ഡോറും നല്ലോണം വേണം. ഉള്ളിലാണേലും പുറമേ ആണേലും നല്ല സ്പേസ് വേണമെന്നുണ്ടായിരുന്നു. നമുക്കെല്ലാം നല്ല എല്ലാ ഏരിയകളും എവിടെയും ഒന്നും എക്സ്ട്രാ അല്ല, ഒന്നും കമ്മിയില്ല കൂടുതലും ഇല്ലാത്ത പോലെ കറക്റ്റ് ഒരു പ്ലാന് നമുക്ക് നമ്മുടെ ആഗ്രഹം പോലെ തന്നെ സംഭവം വന്നിട്ടുണ്ട്. ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് എല്ലാവരുമായിട്ട് നല്ലൊരു കണക്ഷൻ എല്ലാവരുമായിട്ടും വരുന്നുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ ആണെങ്കിലും കുട്ടികളാണേലും ഇപ്പോൾ പ്രായമായവരാണേലും എല്ലാവരും നമ്മൾ എന്താണ് അവിടെ നടക്കുന്നതെന്നുള്ളതിനെ പറ്റിയിട്ട് നല്ല അറിയാൻ പറ്റും. നമ്മൾ ഒറ്റയ്ക്കാന്നുള്ളതോ അങ്ങനെയൊന്നുമില്ല, എല്ലാവരും നല്ല കണക്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്.